ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ മൈക്കൊന്നുമില്ല. അപ്പോൾ ഇന്ന് സമയം 6:30. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്ന് നനച്ചുളി വ്ളോഗാണ് ചെയ്യാൻ നിന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നീച്ചർ തന്നെ വെച്ച് പറഞ്ഞു പെരുന്നാൾ നാളാവാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ ദുബായിൽ ഇന്ന് പെരുന്നാളായതുകൊണ്ട് നാളെ ഇവിടെ പെരുന്നാളാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പൊ ഒരു നനച്ചുളി വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ നിന്നത്. അപ്പോൾ രാവിലെ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ മുടി വെട്ടിയിട്ടില്ലേലും അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പെരുന്നാളിന്റെ തലേ ദിവസം ഒരു മുടി വെട്ടലും ഷർട്ട് ക്രോപ്പ് ചെയ്യലും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനും സൗദും ആദ്യം തന്നെ ഷർട്ട് ക്രോപ്പ് ചെയ്യാൻ പോയി. കാറിലായി 2.5 മണിക്കൂർ കാറിലായി. അവിടെ അങ്ങനെ 2.5 മണിക്കൂർ കാറിലായി ഇന്ന്. അത് കഴിഞ്ഞിട്ട് ബാർബർ ഷോപ്പും പോയി. അവിടെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെയും പോയിട്ട് ഒരു 3 മണി എത്തിയപ്പോൾ പെരേക്കെത്തിയിട്ട് നേരെ വന്നിട്ട് ഇങ്ങനെ കടന്നു. ഞാൻ അത്ര കടന്നു തുടങ്ങി. ഇതിൻ്റെ ഇപ്പം നീച്ചിട്ട് ഇതാ മറ്റേ നനച്ചുളി എന്തായാലും നടന്നില്ല. എന്ന് വെച്ചാൽ പെര റൂം വൃത്തിയാക്കാനും അതൊക്കെ ചേച്ചി വീഡിയോ വന്ന് കട്ടായി. അപ്പോൾ ചേച്ചി റൂം ഇവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ട് നനച്ചുളി വ്ളോഗ് എന്തായാലും നടന്നില്ല. ഞാൻ പെര ഫുള്ള് ക്ലീനാക്കാൻ പുറപ്പെടാൻ നിൽക്കിനി. പക്ഷേ നനച്ചുളി വ്ളോഗ് അത് കിട്ടിയില്ല. പക്ഷേ നമ്മളെ നനച്ചുളി പറഞ്ഞാൽ ഇതാണ്. എൻ്റെ കാറാനും മേടിച്ചിട്ടുകൊണ്ട് അതാക്കണം. അന്ന് കുളിച്ച് നിർത്തിയാളെ ഫുള്ള് ഇങ്ങോട്ട് ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പറയാം, വീഡിയോയിൽ കാണണമെന്നറിയില്ല. പക്ഷേ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഇരുന്നളകി ഒരു നോമ്പിൽ ഒരു ഊരിയും പോവും പുറം പോകുന്നെങ്കിലും വണ്ടിയൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതാണ് ഈ ബ്ലാക്ക് വണ്ടിൻ്റെ ഒരു ഇത്. ബ്ലാക്ക് വണ്ടി ഏതും കേക്കിന് ഇട്ടാലും ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതേപോലെ ഇതാ ഇതിപ്പോൾ കേക്കിടാൻ നിൽക്കുകയാണ്. അത് രണ്ടൊന്ന് കേക്കിടാൻ തന്നെ എനിക്ക് നോമ്പ്. ഇതിപ്പോൾ കേക്കിയിട്ട് ഫുള്ള് തുടച്ച് തെറ്റായിട്ട് കഴിഞ്ഞ് വെള്ളം ചാടി അത് രണ്ടും ഞാൻ കേക്കിടാൻ നിന്നാൽ നോമ്പ് തുറക്കാൻ പറ്റൂല. അപ്പോൾ ഒന്ന് അനുഭവിച്ചില്ലാത്തൊരു നോമ്പറയാണ്. ഭയങ്കര സങ്കടം ഉണ്ട്. എന്താ വെച്ചാൽ ഇന്നലെയൊക്കെ പെരയത്ത അവസ്ഥ അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് സമയമായി. അപ്പോൾ ഞാൻ അത് വെള്ളം അടിച്ചിട്ട് നോമ്പ് തുറക്കണോടെ കാണാം. അല്ലാ കാരൊക്കെ എടുത്ത് തുറന്ന് കഴിഞ്ഞിട്ട് ആ വാങ്ങ് കഴിഞ്ഞിട്ട് പറഞ്ഞു. വെള്ളം കിട്ടും. അപ്പൊ ഇന്ന് അവസാനത്തെ നോമ്പില്ലേ അമ്മ? അവസാനത്തെ നോമ്പ് ഉറപ്പിച്ചിട്ടില്ലല്ലോ. ഇല്ല. പക്ഷേ അതെ, പക്ഷെ എന്നാലും നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളെ ലാസ്റ്റ് നോമ്പാണ്. ബാങ്കിന് മുന്നിലുള്ള പ്രാർത്ഥന പഠിച്ചോ സ്വീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. വണ്ടി തോറ്റുകൊണ്ട് സ്വീകരിക്കും. അപ്പോൾ നല്ല പ്രാർത്ഥിക്കണേ. ഇതുവരെ ചെയ്ത അമലുകളും സദക്കയും സക്കാത്തും പ്രവർത്തനങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലെല്ലാ മുറാദുകളും പഠിച്ചോ സ്വീകരിക്കട്ടെ. റംസാനിൽ നല്ല കവാടത്തിലൂടെ അല്ലേ, റയ്യാൻ എന്ന കവാടത്തിലൂടെയാണ് പ്രവേശനം നടന്നത്. വാതിലുകൾ തുറന്നിട്ട് പഠിച്ചോ റംസാൻ്റെ ലിസ്റ്റ് ഇടും. ആൾക്കാരൊക്കെയാണ് ആ കവാടത്തിൽ കൂടെ പോവാണ്. ആ ലിസ്റ്റിൽ നമ്മളൊക്കെ പേരുണ്ടാവാൻ നമ്മൾ ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മളെ നോമ്പിൽ വന്ന എല്ലാ പാക്കപ്പുകളും തമ്പുരാൻ പുറത്തു തരട്ടെ. എല്ലാം ചെയ്ത പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കുക. ഇനിയും ഈ നോമ്പിന്റെ പുണ്യം നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാകട്ടെ, പ്രാർത്ഥിക്കുക. പിന്നെ ഞങ്ങൾ ഈ നോമ്പ് വന്നിട്ട് ഇങ്ങനൊരു ശുഷ്കിച്ച മേശ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പം തുറന്നൊരു ദിവസം ഉണ്ടായിട്ടില്ല. അത് ആളില്ലാത്തതിന്റെ ഒരു വിഷമം വല്ലാതെ ഉണ്ട്. ഒന്നും ആളില്ല. അന്ന് 5:30 ഞാൻ ചോറ് ചെയ്യപ്പെട്ടെ. 5:30-5:45 രക്ഷയില്ല, അനക്കമല്ല, ആളുമില്ല. വളരെ സൈലന്റ്. ആരെങ്കിലും ഉണ്ടാവില്ല ഞാനല്ലാതെ. അറിയാതെ വിളിച്ചോ സൽമാനെ, ഈച്ചോ അഫിയെ വായോ ബെല്ലടിക്കാൻ പോവാ. മെച്ചി ബെല്ലടിച്ച ഞാൻ ഇവിടെ കണ്ട് മെച്ചി ആർക്കും വേണ്ടി ബെല്ലടിച്ചായിട്ടുള്ള. അതാണ് ഏതായാലും വലിയ സന്തോഷം. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗുകളിലൊക്കെ നമുക്ക് കാണാം. എല്ലാരും നല്ല കാര്യങ്ങൾ പഠിച്ചോ സ്വീകരിക്കട്ടെ. പിന്നെ അപ്പോൾ ഇന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ പറഞ്ഞ ഇന്നലത്തെ രാത്രിയൊക്കെ ഞാൻ ബോറടിച്ചിട്ട് ഉറങ്ങി 12 മണിക്ക് പിന്നെ നീച്ചതിൽ ഞാൻ ചുറ്റും നോക്കുമ്പോണ്ട് സോഫന്റെ അവിടെ ആളില്ല.
PS5 ഓണാക്കാൻ ഒരാളില്ല, എന്റെ PC ഓണാക്കാൻ ഒരാളില്ല, സോഫ ആളില്ല, അഞ്ഞൂറ് റൂമില് അടിയത്തെ വീട്ടിൽ മുകളിൽ ഒരാളില്ല, ഇവിടെ അടിയിൽ നടക്കാൻ ആളില്ല, വണ്ടി എടുക്കാൻ ഒരാളില്ല, ഒന്നിനും ആളില്ല. ഇതിങ്ങനെ ആൾക്കാരെല്ലാം ഞങ്ങൾ വിളിച്ചതില്ല. അതാണേ അങ്ങനെ ഒരു കൃത്യട്ടൊരു ദിവസം ഇന്ന് അങ്ങോട്ട് പാഞ്ഞിട്ട് 3 മണി. ഞാൻ പറഞ്ഞില്ല വ്ളോഗിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇപ്പൊ വണ്ടി രണ്ടും കേക്കിട്ട് അതായിട്ടോ ഇന്നത്തെ നനച്ചുളി ഇപ്പൊ അത് ഫുള്ള് കഴിഞ്ഞില്ലേ? എല്ലാ ഡ്രസ്സും ഒരു റൂമിലാണ് കൊണ്ടുപോയി ഡംപ് അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇന്ന് റൂം ഫുള്ള് വൃത്തിയാക്കി കാട്ടിത്തരാം. എങ്ങനെ ബിഫോർ നമ്മൾ എടുത്തിട്ടില്ല, പക്ഷെ എടുത്തിട്ടില്ല, ആഫ്റ്റർ കാട്ടിത്തരാം. ആഫ്റ്റർ നന്നാക്കിയത് എടുക്കാം. പക്ഷെ എന്താ വെച്ചാല് നന്നായിട്ടില്ല, ഫുള്ള് ഡ്രസ്സില്ലേ മടക്കാനുള്ളതും കുത്തി മറിച്ചതും ഒക്കെ നമ്മളിപ്പോ ഒരു റൂമിൽ അവിടെ ഡംപ് ചെയ്ത് വെച്ചിക്കണം. ആ റൂമോട് ലോക്ക് ചെയ്തു. ഇനി നാളെ തൊട്ടേ ആ പണി തുടങ്ങുള്ളൂ. കാരണം ഇത്രയും ദിവസം എല്ലാവരും നിൽക്കണോണ്ട് ആരൊക്കെ ഏതൊക്കെ ഇവിടെയുള്ള ഡ്രസ്സുകളൊക്കെ മാറി അങ്ങനെ കൊറേ വാഷ് ചെയ്ത് ഡ്രസ് അങ്ങോട്ട് പോകും, ഈച്ച ഡ്രസ് ഇങ്ങോട്ട് വരും, ഇന്റെ ഡ്രസ് അഞ്ഞൂറ് റൂം പോകും, 500 ഡ്രസ് ഇന്റെ റൂമിൽ വരും. വരുന്നോലും മാറി മാറി ഇടുന്നോണ്ട് അങ്ങനെ ഫുൾ ട്രൗസറും ഇതും ടീഷർട്ടും ഇതൊക്കെ മാറ്റി ഇടുന്നോണ്ട് അങ്ങനെ അവിടെയും എവിടെയും അതൊന്നും അറിയില്ല. എല്ലാ റൂമിലും കറക്റ്റ് ചെയ്യണം. അതൊക്കെ നീച്ചാക്കി വിരിച്ചിട്ട് വൃത്തിയാക്കിയിട്ടു. പക്ഷെ അത് മടക്കൽ കഴിഞ്ഞിട്ടില്ല. അലക്കലും പകുതി കഴിഞ്ഞു. ഇനി നാളെ പകുതി ഇനിയും ചെയ്യാറുണ്ട്. ആ ഒരു റൂമിക്ക് ചെല്ലാൻ വേറെ റൂമക്കാരും കയറ്റരുത്. അവസാനത്തെ റൂമിലെ അപ്പൊ അന്യ ദുബായിൽ എത്തിട്ടാ ഇന്ന് എത്ര മണിക്ക് നമുക്ക് ഇന്ന് രാവിലെ നേരെ എനിക്ക് തോന്നുക പള്ളിക്ക് പാഞ്ഞിട്ടാണ്. ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് നേരെ പാഞ്ഞിക്ക ഒരു നേരെ ചെല്ലുന്ന നിസ്കാരം തുടങ്ങുമ്പോഴാണ് കറക്റ്റ് നിസ്കാരം തുടങ്ങുമ്പോഴാണ് ഓല അവിടെ എത്തുന്നത്. കാരണം ദുബായിൽ എത്തുന്നത് നേരെ ദുബായിലല്ലേ, ദുബായിൽ എത്തുന്നത് നേരെ പറഞ്ഞു. അപ്പൊ ഇനി എന്താ ദുബായിൽ എത്തി ഒരു നിസ്കരിച്ച് ഈച്ചു വീഡിയോ ഒക്കെ കിട്ടുന്നു. ഓല അവിടെ എത്തുമ്പോ സുബൈക്കല്ലേ കിട്ടുന്നത്, സുബൈക്ക് കിട്ടുന്നത്. അപ്പോ പെരുന്നാളൊക്കെ എങ്ങനെ ആഘോഷിക്കുന്നു ഞങ്ങൾക്ക് അറിയില്ല, ഹോട്ടൽ ഓട്ടോമേച്ച് അഞ്ചും പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങലും അതും ഇതും ഓരോ വൈക്ക് എനിക്കൊരു വൈക്ക് ഞങ്ങളൊരു വൈക്ക് ഇപ്പഴാ കാണുന്നത്. ജിംഷാനെ കൂട്ടി ഡാഡിന്റെ അടുത്ത് പോകണം. ഇന്ന് ജിംഷാനെ കൂട്ടി ഡാഡിന്റെ അടുത്ത് പോകണം. ഡാഡിക്ക് ഒരു പള്ളിക്ക് കൊടുക്കാനുള്ള ഒരു കാരക്ക നമ്മൾ ഡാഡിക്ക് കൊടുക്കുന്നുണ്ട്. കാരക്കന്റെ ഒരു ബോക്സ് അല്ലേ, നാളെ കൊടുക്കാനല്ലേ, വലിയൊരു ബോക്സ് ഉണ്ട്, അത് കൊടുക്കാനും പിന്നെ അത് കൊടുക്കല്ലേ. മറ്റേ ഇതിൻ്റെ ഒരു സാധനം ഉണ്ട്, എന്താ ഞാൻ ഡാഡിക്കും വേണ്ടി എടുത്തുവെച്ചൊരു സാധനം ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് അവിടെ വെച്ചിരിക്കണ്. എന്താന്ന് കൂടി കാണാം, ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പൊ വ്ളോഗ് എടുക്കണ ഫർസാനാണ് നമുക്ക് വ്ളോഗ് എടുക്കാൻ ഇന്നും പെരുന്നാളിന്റെ തലേന്ന് നമുക്ക് വ്ളോഗ് എടുക്കാൻ എത്തിച്ചേർന്നത് ഫർസാനാണ്. താങ്ക് യു ഫർസാൻ. അപ്പൊ ഓനൊന്ന് കഴിക്കട്ടെ, ഒന്നും തൊട്ടിട്ടൊന്നുമില്ല, അപ്പൊ ഓനേരെ കഴിക്കട്ടെ. ഓനോട് ഞാൻ ചോദിച്ചു ഇജ്ജ് എത്ര ദിവസം ഇവിടെ നല്ല രസിക്കാറില്ലേ വൈകുന്നേരം. അപ്പൊ ഞാൻ ചോദിച്ചു പെട്ടിട്ടില്ല. അപ്പൊ ആടറിവില് പെട്ടിക്കണോ അല്ലാതെ പെലിച്ചും പെട്ടിക്കണോല്ലോ, 2-3 ദിവസമൊക്കെ പെട്ടിക്കണോ? എനിക്ക് ഓർമ്മ കേട്ടുള്ള എത്ര ദിവസം ഓൻ പെട്ടണ് തന്നെ ഓണ്ടായിക്കണേ കിട്ടിക്കണേ. അപ്പൊ ഇനി നമ്മള് നോമ്പ് തുറന്നിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് നോമ്പൊക്കെ തുറന്ന് ഒന്നാമത് ഈ മൈക്കില്ല കേട്ടോ. മൈക്ക് ഒരു മൈക്ക് ഈച്ചും കൊണ്ടുപോയി, ഒരു മൈക്ക് അനുവും കൊണ്ടുപോയി. പണ്ടത്തെ മൈക്ക് ഈച്ചു കൊണ്ടുപോയി, പണ്ടത്തെ പുതിയ മൈക്ക് അനുവും കൊണ്ടുപോയി. അതുകൊണ്ട് ഇവിടെ മൈക്കില്ല. കഴിയണത്ര വർക്കല്ലേ വർത്താനം പറയുന്നുണ്ട്. അപ്പോ ഇതാട്ടോ നമുക്ക് ഹാളത്തെ തന്നെ ആദ്യം കാണാം. ഹാള് ഫുള്ള് വൃത്തിയാക്കി ഈച്ചോണോ ഇത് നോക്കട്ടോ. ഇപ്പൊ കാണാം. ഇത് സൗത്ത് കൊണ്ടുപോയില്ല. അതൊന്ന് ഇത് 2 പെരുന്നാൾ ഷർട്ട്, 2 ഷർട്ടൊക്കെ റോപ്പ് ചെയ്യാൻ കൊടുത്തത്. എന്തിട്ടാ പറയുന്നു പാൻറ്റില്ലേ? പാൻറ്റുണ്ട്, അതുണ്ട്. പിന്നെ ഈ ഇവിടെ തുടങ്ങാൻ ആദ്യം അലമ്പിന് ഗോൾഡ് മെഡലിന്റെ റൂമാട്ടത്. അമ്മ അലമ്പ് റൂം. കാരണം ഒരു മാസത്തെ അല്ല, അതിന്റെ മുന്നത്തെ വർക്കുള്ളതും. അങ്ങനെ മനസ്സിലായില്ല വർക്ക് എന്ത് ഫെബ്രുവരി ഓരോ ഓട്ടല്ലേ ഇനിയോ? ജനുവരി ഫെബ്രുവരി ആ ഓട്ടം തൊട്ട് തുടങ്ങി. ആ ഫെബ്രുവരി ഓട്ടം തൊട്ട് എന്താ ചേട്ടാ തന്നെ അടിക്കോ. ഫെബ്രുവരി ഓട്ടം തൊട്ട് ഇത് ഫുള്ള് എന്ന് വെച്ചാൽ എല്ലാ റൂമത്തെയും കൺഫ്യൂസ്ഡ് ആയ ഫുൾ സാധനങ്ങൾ ഇവിടെ ഇതുണ്ട്, പഴയതുണ്ട്, ട്രൗസറൊക്കെ എല്ലാ സാധനങ്ങളും. ഷൂ ഒക്കെ ഇതിന്റെ അടിയിലേക്ക് കയറ്റി വെച്ചേക്കാം. എല്ലാം വാഷ് ചെയ്ത് ഇതിന്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കാണ്.
ഇതൊക്കെ ഇനി നാളെ തൊട്ട് ഒരു വരാനാകുമ്പോ 3-4 ദിവസം കൊണ്ട് ഇതൊക്കെ അടുക്കി കയറണം. അതിന്റെ കൂടെ തീരണം. എല്ലായിടത്തും അങ്ങോട്ട് കൂടെ ഒന്നും മനസ്സിലാവാത്തോണ്ട് ഇതിന് ആരതൊക്കെ ഏതൊക്കെയാ ഇപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ഇത് ഈ റൂം ഇപ്പൊ ഇങ്ങനെ കിടക്കട്ടെ. ഇപ്പൊ ഇനി വേറെ വൈകില്ല. ഇനി നമ്മള് ഇവിടെയാണ് ഞാൻ പഠിക്കാതിരിക്കണ റൂം കിട്ടാ. പഠിക്കലൊന്നും ഇല്ല, എന്നാലും എക്സാമിൽ ഒന്ന് പേടി വരുമ്പോ 2 ബുക്ക് പറിച്ചാൽ നോക്കുന്നത് ഈ റൂമിലാണ്. ബെഞ്ച് കിടക്കണ റൂമാണ്. ബെഞ്ച് കിടക്കണ റൂമാണ്. അനുവിന്റെ കുറെ ചരിത്രങ്ങളുള്ള റൂമാണ്. അനു തുടങ്ങിയ എവിടെയല്ലേ. പിന്നെ ഇത് ഈ റൂം നമ്മൾ കണ്ടുകാറുള്ളത്. ലെഫ്റ്റ് ഹാൻഡർ വരച്ചാണ് ഇത്. ഇത് കൊപ്പ വരച്ചാണ് ആൻസർ കൊപ്പൻ. അപ്പൊ ഇത് കൊപ്പൻ എഴുതിയത്. അപ്പൊ ഇതായിട്ട് അനുവിന്റെ ആദ്യത്തെ റൂം സ്റ്റുഡിയോ. ഇതായിട്ട് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഇവിടെ അനു പാട്ട് റെക്കോർഡ് ചെയ്തത്. സ്റ്റുഡിയോ പോയി റെക്കോർഡ് ചെയ്യലല്ല, വേറെ ഒന്നും വീഡിയോ എടുക്കാനല്ല, ഇവിടുന്ന് വീഡിയോ എടുത്തിന്. ഈ ലൈറ്റ് ഇങ്ങോട്ട് വിശ്വസിച്ചാണ്ട് ഈ മേശ ഇട്ടിട്ട് ഫസ്റ്റത്തെ മ്യൂസിക് സോങ് ഒക്കെ എഴുതി. ഇവിടെ ലാപ്പും വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അസുറത്തെ വീഡിയോ ആണ് ഫസ്റ്റത്തെ പാട്ടിന്റെ സോങ്. അല്ല പാട്ടിന്റെ സോങ് അല്ല, പാട്ട് ഇവിടെ അല്ലേ. ഇവിടെ മൈക്ക് വെച്ചിട്ടാണ് ഇതെടുക്കുക. എന്നുവെച്ചാൽ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് പാടുക. അതിന്റെ ഉള്ളിൽ റോഡിന്റെ മൈക്ക് വെച്ചിട്ട് പാടൽ അതിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ റൂമില് പരീക്ഷക്ക് ഈ എക്സാം സ്പെഷ്യലായിട്ട് ആഫിയാണ് ഈ റൂം ഉപയോഗിച്ചത്. അതെ, എക്സാം സ്പെഷ്യലായിട്ട് കുറച്ച് ദിവസം ഞാൻ ഉപയോഗിച്ചത്. അവിടെ പഠിച്ചു. അതന്നെ പേടി തുടങ്ങിട്ടേ. ഇതൊന്നും ഇല്ലല്ലേ ഇനി ഇതൊക്കെ ഈ മലക്ക് ഇനി സാധനങ്ങൾ. ഈ ഇവിടെ ഈ ബെഡ് കാണുന്നില്ലേ, അത് നേരെ ബെഡ് ചെയ്യാം. ഇത് പൗതി സാധനങ്ങൾ ബെഡ് ചെയ്യാൻ ഇവിടുന്ന് കയറാൻ കിട്ടുക. ഇത് പൗതി സാധനങ്ങൾ ഇപ്പച്ചിന്റെ റൂം പിന്നെ സാറാണ് അവരിപ്പോ നടന്നത്. എന്നാ പോട്ടെ, മോള് പോട്ടെ. മോള് നോക്കിട്ടില്ലേ? ഓക്കെ. മൈക്കിന്റെ സ്പീക്കർ അടിക്ക് വണ്ടി കേൾക്കാന്നപ്പോ പാടാൻ വേണ്ടി മൈക്ക് അവിടെ വെച്ചാണ്. കൺട്രോളർ അടുത്താണ്, തലക്കടി അടുത്താണ്. ഇവിടെയൊക്കെ മുടക്കി വെച്ച് അങ്ങനെ വ്ളോഗ് എടുത്ത് ഏതെങ്കിലും വ്ളോഗ് ഉണ്ടാകും. ഇവിടെ ആകെ തൂങ്ങി ഇങ്ങനെ കിടക്കും. കേട്ടിങ്ങനെ എല്ലാം മറച്ചിട്ടാണ്. ഇല്ല റൂമിന് അല്ല ഈസി ഓഫ് ആക്കിയില്ല. വൃത്തിയായി കിടക്കണേ. എന്താ രസം. ഈ നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ ഇതുവരെ ഇതിങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇതിന് അങ്ങനെ ഡ്രസ്സ് പോകും. ഇതിന്റെ ഡ്രസ്സ് അങ്ങനെ പോണോണ്ട് എനിക്ക് ഇതുവരെ നല്ല വൃത്തിയിലാണല്ലോ. മോളൊക്കെ എന്തായാലും വൃത്തിയാക്കി കാണും. ഇതാണ് എനിക്ക് ഹിബത്ത് തന്ന ഷൂസ് കേട്ടോ. ഹിബത്ത് തന്ന ഷൂസാണ്. കുറെ മുന്നേ ഗിഫ്റ്റ് ചെയ്യുന്ന. പക്ഷെ എനിക്ക് ഇത് ഇടാൻ ഭയങ്കര പേടി. വൈറ്റ് ആയതുകൊണ്ട് ഞാൻ എവിടെക്കൂടെ ഇല്ല, എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ പെരുന്നാക്ക് ഡ്രസ്സിൻ്റെ പെടാം. പിന്നെ നമുക്ക് ഈച്ചുവിൻ്റെ റൂം പോയി വെക്കാം. ഈച്ചു റൂം എന്തായാലും അതാകണം. ഉണ്ടാക്കി ഇരിച്ചിരുന്നു. ഡോർ കൊടുക്കണം. ഞാൻ ഇത് പേന്ന് കടന്നുകൊണ്ടൊന്ന് ഇവിടെയും സെറ്റപ്പ് ആയി ചെയ്തിന്. ഫുൾ വൃത്തിയാക്കി ചെയ്യുന്നു. ഇവിടെയൊക്കെ എന്തൊരു അലമ്പിനാണ്. ഇവിടെ ബെഡും ഉണ്ടാവും, ഫുൾ ഡ്രസ്സും ഉണ്ടാവും. ഇതൊക്കെയാണ് വൃത്തിയാക്കാൻ വിചാരിച്ചിന്. പക്ഷെ എന്തായി, ഇന്ന് ഫുള്ള് പണി. ബാർബർ ഷോപ്പ് പോക്കും അങ്ങോട്ടും ഡ്രസ്സ് അടിച്ചാൽ കൊടുക്കലും. ഇവിടെയൊക്കെ ഫുള്ള് വൃത്തിയാക്കിട്ടാ. ഫുള്ള് വൃത്തിയാക്കി. ഇവിടെ ഏറ്റവും വലുത്. കാരണം കടക്കവിടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിടക്കില്ല. എന്ന് വെച്ചാൽ അനു ഇങ്ങോട്ടാണ് എല്ലാവരും കടക്കാൻ വിളിച്ചുകൊണ്ട് കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഇവിടെ കിടന്നിട്ട് എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഒറ്റ എ സിട്ടാണ്. ഇവിടെ തന്നെ എല്ലാവരോടും കിടക്കാൻ പറയും. അപ്പോൾ എന്താ ബെഡ് അങ്ങോട്ട് ഇട്ടിട്ട് അവിടെ കിടക്കാൻ പറയും. ഇവിടെ 3 ആൾക്കാർ കിടക്കും. ഇവിടെ കോസടി വിളിച്ചിട്ട് കിടക്കും. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിടക്കല്. ഇവിടെ ഈച്ചുണ്ട് റൂമിൽ. ഇന്റെ റൂമിൽ അങ്ങനെ ആൾക്കാർ കിടക്കുന്നില്ല. അപ്പോ ഇതാണ് ഇപ്പൊ നമ്മളെ പേരത്തെ നനച്ചുള്ളി കഴിഞ്ഞ അപ്ഡേറ്റ്സ്. നമ്മളൊന്നൊരു നോമ്പ് തുറ കഴിഞ്ഞു. വിളിച്ചോ ഇങ്ങോട്ട് കണ്ടോ? കുഴപ്പമില്ല, കുഴപ്പമില്ലാതെ ലൈറ്റ് ആയിട്ടോ. ഇങ്ങോട്ട് നോക്കാം. അപ്പോ ഇതാണ് നമ്മളെ നനച്ചുള്ളി വ്ളോഗ്. ഇവിടെ ഫുള്ള് നനച്ചുള്ളി ഫുള്ള് കഴിഞ്ഞിരിക്കണ്. അപ്പോ പിന്നെ എക്സാമിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാനൊരു വേറെ വ്ളോഗുമായിട്ട് വരാം. ഫുൾ എക്സാമിന്റെ എല്ലാ എക്സാമിന്റെ റിവ്യൂ ആയിട്ട് വരാം. കാരണം ഇപ്പൊ ഞാൻ എക്സാമിന്റെ റിവ്യൂ സംസാരിച്ചാൽ നമുക്ക് ഡാഡിന്റെ അടുത്ത് പോകാൻ പറ്റൂല. അപ്പോൾ ഡാഡിക്ക് ഒരു സാധനം കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത്ര വ്ളോഗുള്ളൂ. അപ്പോൾ നോമ്പ് വ്ളോഗും
നമ്മളെ പേരെ നനച്ചുള്ളി അപ്ഡേറ്റ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ വ്ളോഗ് ഇട്ടില്ലാന്ന് പറഞ്ഞ കംപ്ലൈന്റ് ചെയ്യരുത്. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.